ഹലോ പ്രിയപ്പെട്ടവരെ, ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. അത് നിങ്ങളെ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അതിനു വേണ്ടി തുടങ്ങിയതാണ് കേട്ടോ. ഇതിപ്പോൾ ആദ്യമായിട്ട് സംസാരിക്കുന്ന ക്യാമറയുടെ മുമ്പിൽ, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ അവശതകളൊക്കെ ഉണ്ട് കേട്ടോ, ക്ഷമിക്കണം. ആദ്യമായി ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് രതി. 70 വയസ്സാവാറായി കേട്ടോ. 40 വർഷം ബോംബെയിലായിരുന്നു, അവിടെ ജോലി ചെയ്തു. റിട്ടയർമെൻറ്റ് കഴിഞ്ഞു. ഇപ്പോൾ 10 വർഷം ആവാറായി. റിട്ടയർമെൻ്റ് ആയപ്പോൾ പിന്നെ ഒരു പുതിയ സിറ്റിയിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. അത് മാറ്റാൻ വേണ്ടി, അത് താമസം മാറ്റിയതിൻ്റെ ഒരു കാരണവും അത് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ ഇവിടെ വരുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ സ്വാഭാവികമായിട്ട് വിഷമതകളൊന്നും തോന്നിയില്ല. അവർക്ക് വയ്യായിരുന്നു, സുഖമില്ലായിരുന്നു. എങ്കിലും ഞങ്ങളിവിടെ ഒരു വാടക വീടൊക്കെ എടുത്ത് സുഖമായി താമസിച്ച് വരികയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക, സൗഹൃദങ്ങളും പരിചയങ്ങളും ഒക്കെ അവിടെ ഉപേക്ഷിച്ച് ഇവിടെ വന്നതല്ലേ. എപ്പോഴെങ്കിലും ഒരു ഫോൺ കോളിൽ മാത്രം അത് നിന്നുപോയി. പിന്നെ ഞങ്ങളിവിടെ രണ്ടുപേരും ഉള്ളതുകൊണ്ട് തമ്മിൽ സംസാരിച്ചിട്ടും ഞങ്ങൾ തല്ലുകൂടിയും വഴക്കടിച്ചും സന്തോഷിച്ചും അങ്ങനെ ഞങ്ങളുടെ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് അസുഖം മൂർച്ഛിച്ച് അവർ ഈ ലോകത്ത് നിന്ന് തന്നെ യാത്രയായി. അപ്പോഴാണ് ഞാൻ അറിയണത്, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊരു ഫീലിംഗ് മനസ്സിൻ്റെ ഉള്ളിൽ വന്നു. അത് വല്ലാതെ എന്നെ കാർന്ന് തിന്നാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് എന്നെ തന്നെ അറിയാത്ത ഒരു കണ്ടീഷനിലേക്ക് പോയി. ഒന്നും ഓർമ്മയില്ലാത്ത പോലെ. ഒരു ഗ്യാസ് തുറന്ന് വെച്ചാൽ അത് അടയ്ക്കില്ല, അടുപ്പത്ത് വെച്ച സാധനങ്ങളെല്ലാം കരിഞ്ഞു പോകും, പാത്രങ്ങളെടുത്ത് കളയേണ്ടി വരും, ടാപ്പ് തുറന്നിട്ടാൽ വെള്ളം പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ മറന്നു തുടങ്ങി. പിന്നെ ഇതിനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ, നമുക്ക് നമ്മളല്ലേ ഉണ്ടാവുള്ളൂ. ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് ജീവിക്കണം, ഒറ്റയ്ക്ക് തിരിച്ചും പോകണം അല്ലേ. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. ആ സമയം എടുത്തു കഴിഞ്ഞിട്ടാണ് എനിക്കിത് ബോധ്യപ്പെട്ടത്. അപ്പോൾ ഞാൻ സ്വയം എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇപ്പം എന്താ പെട്ടെന്ന് ഒരു നഷ്ടം വരുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ആയി തുടങ്ങിയാൽ പിന്നെ ഇവിടെ അങ്ങോട്ടുള്ള ജീവിതം നീ എങ്ങനെ ജീവിക്കും? അങ്ങനെ ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നു. ആ തോന്നൽ വന്നതോട് കൂടിയിട്ട് ഞാൻ ഇതിനൊരു പ്രതിവിധി വേണ്ടേ. അപ്പോൾ സ്വയം തീരുമാനിച്ചു, ഇതിനെക്കുറിച്ച് മെഡിറ്റേഷനെല്ലാം ചെയ്ത് നോക്കാമെന്ന്. എവിടെ മെഡിറ്റേഷൻ ചെയ്യാനിരുന്ന ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു, പക്ഷെ ഞാൻ വിട്ടില്ല. ഒരു സെക്കൻഡെങ്കിൽ 1 സെക്കൻഡ്, 2 സെക്കൻഡെങ്കിൽ 2 സെക്കൻഡ്, അങ്ങനെ അത് നീണ്ട് ഒരു 10 സെക്കൻഡ്, 30 സെക്കൻഡ്, 60 സെക്കൻഡ് അങ്ങനെ. പക്ഷെ അതിനൊക്കെ കുറച്ച് സമയമെടുത്തു. മാസങ്ങളെടുത്തു ആ ഒരു രീതിയിലേക്ക് വരാൻ. പക്ഷെ ഞാൻ ഉപേക്ഷിച്ചില്ല അത്. അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആ മെഡിറ്റേഷൻ്റെ പവർ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സ്വയം എനിക്ക് മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്കല്ല. ഈ വലിയ ദുനിയാവിൽ ഇത്രയും സർവ്വചരാചരങ്ങളുള്ള സ്ഥലത്ത് ഞാൻ എങ്ങനെ ഒറ്റപ്പെടും? അങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു പ്രശ്നമേ ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, മക്കളൊക്കെ ഇല്ലേന്ന്. എൻ്റെ സ്നേഹനിധികളായ 2 മക്കളുണ്ട്. മോൻ എൻ്റെ കൂടെ തന്നെയുണ്ട്, മോള് ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ അകലെ. എന്ത് വേണമെങ്കിലും ചെയ്തു തരും അവർ. പക്ഷേ നമുക്ക് വേണ്ടത് അവരുടെ വേറൊന്നുമല്ല, ഒരു 10 മിനിറ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റാണ് വേണ്ടത്. അവരുമായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനോ അതിനാണ് നമുക്ക് ഒരാൾ വേണ്ടത്. അത് ഇവിടെ ഇല്ലാത്തതും അതിൻ്റെ കുറവും അതാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിക്കില്ലേ ചോദിച്ചാൽ അവരുടെ സമയം വരുമ്പോൾ സംസാരിക്കും. പക്ഷെ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച ആ കാര്യം ആ സമയത്ത് ഷെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതങ്ങ് മറന്നു പോകും, അല്ലെങ്കിൽ പിന്നെ അതിനൊരു കാര്യമില്ല ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ, അത് എൻ്റെ മാത്രം അവസ്ഥയല്ല കേട്ടോ, എൻ്റെ പോലെ
ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഈ അവസ്ഥയിലൂടെ കടന്നു പോകണമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ആരോടെങ്കിലുമൊക്കെ പറഞ്ഞു തീർക്കണം എന്നാൽ അത് ഉള്ളിൽ വന്നിട്ട് ഉള്ളിലിരുന്നിട്ടില്ലാതൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞു തീർക്കാൻ വെച്ചാൽ ആരോട് പറയും? അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ യൂട്യൂബൊക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, എന്നാൽ പിന്നെ ഞാൻ തന്നെ ഒരു ചാനൽ തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു. ആ ചാനലിൻ്റെ കൂടെ ആൾക്കാരെ ഒന്ന് പറയാൻ പറ്റും, ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുമല്ലോ എനിക്ക്, അത്ര തന്നെ. അങ്ങനെ വിചാരിച്ചിട്ട് ഒരു ചാനൽ തുടങ്ങി സംസാരിക്കാൻ. എങ്ങനെ ക്യാമറയുടെ മുമ്പിലൊന്നും സംസാരിച്ച് ശീലമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് പറയാനുള്ളത് പറയണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പറയണ്ടേ, അപ്പോൾ അങ്ങ് സംസാരിക്കാൻ തന്നെ വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ആ ലോൺലിനെസ് എന്നാൽ മറികടക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ, ഞാൻ ആദ്യം അടുത്തുള്ള നഴ്സറിയിൽ പോയിട്ട് കുറേ ചെടികളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. കാരണം ഞാൻ താമസിക്കുന്ന വീട്ടിൽ എനിക്കൊരു നല്ല ബാൽക്കണി ഉണ്ടായിരുന്നു. ആ ബാൽക്കണിയിലാണ് ഞാൻ ചെടികളെല്ലാം വെച്ച് നല്ല ഭംഗിയായിട്ട് അതിനെ പരിപാലിച്ച് വന്നപ്പോൾ അത് വളർന്നു വരാൻ തുടങ്ങുന്നതിനനുസരിച്ച് എൻ്റെ ഉള്ളിൽ വല്ലാതൊരു ആനന്ദം വന്നു തുടങ്ങി. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വെളിയിൽ പോകും. അപ്പോൾ ഈ തനിയെ പോയി ശീലമില്ലാത്തതുകൊണ്ട് ഒരു പുതിയ സിറ്റിയിലെങ്കിലും നമ്മൾ തനിയെ പോവാം. എങ്കിലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഓരോരോ കാര്യങ്ങളായി ചെയ്ത് പിന്നെ കുറേ പെയിൻറ്റും ബ്രഷും ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കളർ ചെയ്യാനും പെയിൻറ്റ് ചെയ്യാനും അറിഞ്ഞിട്ടല്ല, കുറേ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇത് എന്താ പറയുക, വിഷമങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും. നല്ലൊരു സുഖം തോന്നും നമുക്ക്. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവും അല്ലേ. അതിന് വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ നമ്മളുടെ ഇന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് സമയമില്ല എന്ന് തന്നെ പറയാം. കാരണം 24 മണിക്കൂറിൽ 8 മണിക്കൂർ സുഖമായി ഉറങ്ങും. ഞാൻ പോയി കിടന്നാൽ മതി, എപ്പോൾ ഉറങ്ങും. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ഗാർഡനിൽ കുറേ സമയം ചിലവഴിക്കും. അപ്പോൾ ഇത് 3ാമത്തെ വീടാണ് എൻ്റെ ഈ സിറ്റിയിൽ വന്നിട്ട്. പക്ഷെ എല്ലാ വീട്ടിലും എനിക്ക് ഗാർഡനിങ്ങുള്ള സ്ഥലം ഉണ്ടായിരുന്നു. 9ാം നിലയിലാണ് താമസിക്കുന്നത് ഇപ്പോൾ. പക്ഷേ എന്നാലും ഗാർഡനിങ് ചെയ്യാൻ എനിക്ക് നല്ല സൗകര്യവും സ്ഥലമുള്ള വീടുകളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിന് വല്ലാതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് വിഷമിക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുക. അത് നമുക്ക് എന്ത് ചെയ്യണം, ആരെന്ത് വിചാരിക്കുന്നു ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് മാത്രം നമുക്ക് കരുതിയാൽ മതി. അങ്ങനെ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ലോൺലിനെസ് ഉണ്ടാവില്ല, ഒന്നുമില്ല. എനിക്ക് 24 മണിക്കൂർ പോരാന്ന് തോന്നുന്നു ചില സമയത്ത്. കാരണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിപ്പോൾ നാളേക്ക് വെക്കണ്ടേ, ഇത് ബാക്കിയാക്കാൻ, അങ്ങനെയൊക്കെ തോന്നും. അതാണ് ലൈഫിലെ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ എനിക്കാണെങ്കിൽ സംസാരിക്കാതിരുന്നിട്ട് സംസാരിക്കാനും അറിയുന്നില്ല. ഇപ്പോൾ വഴിയേ വരുമായിരിക്കും. എനിക്ക് എന്താ പറയുക, കുട്ടിക്കാലം തൊട്ട് തന്നെ അനുഭവിച്ച രസകരമായ സംഭവങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ. ഇത്രയും പ്രായമായില്ലേ, അപ്പോൾ അതൊക്കെ ഓരോരോ സമയത്ത് ഞാൻ നിങ്ങൾക്ക് രസകരമായി പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളൊക്കെ എൻ്റെ ചാനലൊക്കെ ഒന്ന് കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് എഴുതണം. ഇതിലെന്തൊക്കെ കുറവുകളുണ്ട്, ഞാൻ സംസാരിക്കണതിൽ എന്തൊക്കെ തെറ്റുണ്ട്. ആദ്യമായിട്ട് സംസാരിക്കണം കേട്ടോ, അത് ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ ആണ് എൻ്റെ ചാനലിൽ. അതുകൊണ്ട് നിങ്ങൾ വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തരണം കാണുന്നവർ. ഒന്നുമില്ലൊരു 4 പേരെങ്കിലും കാണുന്ന ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു 2 പേരെങ്കിലും എന്തെങ്കിലും ഒരു കമൻസ് എനിക്ക് ഇട്ട് തന്നാൽ തന്നെ അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അത് വായിച്ചിട്ട് അതെന്താ ഇട്ടെന്ന് എനിക്ക് നോക്കാം. നല്ലതായാലും വരുമല്ലോ ചീത്തയായാലും വരുമല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഇനിയും സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. Bye.